ദുരന്തം വിട്ടുമാറാത്തൊരു ജീവിതമാണ് വയനാട് ചൂരൽമല സ്വദേശി ശ്രുതിയുടേത്. ഇക്കഴിഞ്ഞ ഒരു മാസത്തിനകം ആ 23-കാരി അനുഭവിച്ചതിന് കണക്കില്ല. കുടുംബത്തിലെ എല്ലാവരെയും ഉരുളെടുത്തപ്പോഴും കൂടെയുണ്ടാകുമെന്ന് ഉറപ്പു നൽകി ശ്രുതിയെ ചേർത്ത് നിർത്തിയ പ്രതിശ്രുത വരൻ ജെൻസൺ ഇന്നലെ രാത്രി മരണത്തിന് കീഴടങ്ങി. വിധി ചിലപ്പോൾ ക്രൂരമാണ്. എന്തിനെന്നറിയാതെ ചിലരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അത്തരമൊരു ജീവിതമായി പോയി ശ്രുതിയുടേത്. ഒരു മാസം മുൻപ് വരെ അവൾക്കെല്ലാം ഉണ്ടായിരുന്നു. ചുറ്റിലും ബന്ധുക്കൾ, അച്ഛൻ, അമ്മ, സഹോദരി. പക്ഷേ ആ പാതിരാമഴയിൽ ഒലിച്ചുപോയ 100 ജീവനുകളിൽ ശ്രുതിയുടെ പ്രിയപ്പെട്ടവരുമുണ്ടായിരുന്നു. കുടുംബത്തിലെ 9 പേരെയാണ് അന്ന് ആ പെൺകുട്ടിക്ക് നഷ്ടമായത്. ഒപ്പം ജീവിതത്തിന്റെ നിറമുള്ള സ്വപ്നങ്ങളും. 10 വർഷത്തെ പ്രണയം സഫലമാവാൻ മാസങ്ങളുടെ ദൈർഘ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിലാണ് സർവവും ഉരുളെടുത്തത്. ദുരന്തത്തിന് 1 മാസം മുൻപായിരുന്നു ശ്രുതിയുടെ വിവാഹ നിശ്ചയം. അതേ ദിവസം തന്നെയായിരുന്നു ആ വീടിന്റെ പാലുകാച്ചലും. കല്യാണത്തിന് പറഞ്ഞാൽ ഡിസംബറിലോട്ടാണ് നമ്മൾ നീട്ടി വെച്ചത്, ഡിസംബർ 26 പിന്നെ അത്രയും നീട്ടണ്ട, അച്ഛനും അമ്മയും പറഞ്ഞാൽ അത്രയും ലോങ് പോകണ്ട, നമുക്ക് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നടത്താമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തില്ല. ആ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായായി നിന്ന ശ്രുതിയെ ജിൻസൺ ചേർത്തു പിടിച്ചു. ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല എന്നതായിരുന്നു വാക്ക്. ആർഭാടങ്ങളില്ലാതെയാണെങ്കിലും വിവാഹം നടത്തി അവളെ കൂടെ കൂട്ടുമെന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നു ആ ചെറുപ്പക്കാരൻ. ഇനി അവളെ തനിച്ചാക്കില്ല, മരണം വരെയും കൂട്ടുണ്ടാകുമെന്നാണ് അന്ന് അയാൾ പറഞ്ഞത്. മാത്രമല്ല, ശ്രുതിക്ക് നല്ലൊരു ജോലി വേണം. തനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലും അവൾ തകർന്നു പോകരുതെന്ന് പറയുമ്പോൾ അയാൾ അറിഞ്ഞില്ല ആ വാക്കുകൾ അറം പറ്റിപ്പോയെന്ന്. നല്ല ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ആരോടൊക്കെ പറഞ്ഞ കാര്യമാണ്. ഇപ്പം എൻ്റെ കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് തീർന്നാലും ഇവളിന് ഒറ്റയ്ക്കാവാൻ പാടില്ല. ഇവക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഇവള് സെറ്റിലായി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുണ്ട്. അപ്പം ഞാനും പറഞ്ഞല്ലോ, എൻ്റെ ഈ ഹൈറ്റിലും പൊക്കത്തൊക്കെ കയറിയിട്ടുള്ള വർക്കുകളാണ്. കുറേ വട്ടം ഞാൻ അതിൽ കാല് തെഞ്ഞിട്ടുമുണ്ട്, താഴേക്ക് വീണിട്ടുമുണ്ട്. അപ്പോൾ എൻ്റെ കാര്യം എനിക്ക് തന്നെ അറിയാം, എത്ര കാലം ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ വർക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്കറിയാം. അപ്പോൾ ഇവളിനി തനിച്ചാവരുത്. നഷ്ടപ്പെട്ടുപോയി എന്ന് കരുതിയ ജീവിതം തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുകയായിരുന്ന ഒരു പെൺകുട്ടിയുടെ മോഹങ്ങൾക്ക് മേലെയാണ് കഴിഞ്ഞ ദിവസം ആ വാഹനാപകടം എന്നേക്കുമായി ഇരുൾ വീഴ്ത്തിയത്. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജിൻസൺ ഇന്നലെ രാത്രിയോടെ മരണത്തിന് കീഴടങ്ങി. കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശ്രുതി. ഒരർത്ഥത്തിൽ ജിൻസൺ വാക്ക് പാലിച്ചു. മരണം വരെയും ശ്രുതിയെ നോക്കുമെന്ന വാക്ക്. പക്ഷേ ആ കാലത്തിന് ഒട്ടും ദൈർഘ്യമില്ലാതെ പോയി. അപകടവാർത്ത അറിഞ്ഞതു മുതൽ അവരെ നേരിട്ടറിയാത്തവർ പോലും ജിൻസൺ തിരികെ ജീവിതത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പ്രാർത്ഥനയിൽ അവർക്കും ഇടം നൽകിയിരുന്നു. പക്ഷേ എല്ലാം വിഫലമായി. ഒന്നിനു പിന്നാലെ ഒന്നൊഴിയാതെ എത്തുന്ന ദുരന്തം നേരിടാൻ ആ പെൺകുട്ടിക്ക് മനസാന്നിധ്യമുണ്ടാകണേ എന്ന് പ്രത്യാശിക്കാം. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.